ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എത്ര പറഞ്ഞാലും തീരില്ലാത്തൊരു കാര്യമാണ് ഈ ഫാമിലി കോർണർ. അതിൽ ഫാമിലി ആണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന കാര്യം, ഈ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില സ്വകാര്യതകളെ പറ്റി, അല്ലെങ്കിൽ ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു സ്പേസ്, ഒരു ഇടം കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ പറയും. ഈ മറ്റുള്ളവരാരും അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനത്തെ ചില ഇടങ്ങൾ, ചില സ്വകാര്യതകൾ, ചില അങ്ങനെ കൊടുക്കേണ്ട സ്പേസുകൾ, അതിനെക്കുറിച്ചൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരണം. നമ്മൾ ഇടം എന്നൊരു വാക്ക് പറയുന്നത് നമുക്കറിയാമല്ലോ. ചെല്ലുന്നിടം, എത്തുന്നിടം, പോകുന്നിടം. ഇടം ഒരു പ്രധാനപ്പെട്ടതാണ്, അത് സ്പേസാണ്. അത് ഈ കാമുകന്മാരായിട്ട് നടക്കുന്ന കാലത്ത് ഒരുപാട് ഇടം കൊടുക്കും. ശരിയാ. ഏത് സമയത്തും ഫോണും വിളിച്ച്, ഏത് സമയത്തും നോക്കിയിരുന്ന്, അടുത്തിരുന്ന്, ഐസ്ക്രീം പാർലറിൽ പോയി, പിക്നിക്കിന് പോയി ഒക്കെ നമുക്ക് ഇടം കൊടുക്കും പരമാവധി. ആ ഇടമാണ് ചിലപ്പോൾ യുവതികളെ യുവാവിലേക്ക് ആകർഷിക്കുന്നത്. കുടുംബത്തിൽ ശരിക്കും ഇടം കിട്ടാത്തൊരു പെൺകുട്ടി ഒരു കാമുകനെ കണ്ടു കഴിയുമ്പോൾ അവൾക്ക് ഇഷ്ടം പോലെ ഇടവാ. അവൾ അറിയാതെ അപ്പനെയും അമ്മയെക്കാളുപരി അവനിലേക്ക് അറ്റാച്ച്മെൻറ്റ് വരും. ഒരു ആണിനെ സംബന്ധിച്ച് കുടുംബത്തിൽ കിട്ടാത്ത ഇടം, അപ്പം പറയും പൊട്ടൻ നികന കഴിവുണ്ട്, അമ്മ പറയും ചുമ്മാ കാക്കാശിന് ഉള്ളിയല്ല. അപ്പോഴാണ് ചേട്ടനാണ് ഏറ്റവും വലിയ കാശിൻ്റെ ഉടമയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് വരുന്നു. അപ്പം അവളുടെ ഇടം മുഴുവൻ അവന് കിട്ടും. പിന്നെ പിരിയാൻ പറ്റിയല്ല ഇടം. അത് വിവാഹത്തിന് മുമ്പ്. ഇത് വിവാഹം കഴിഞ്ഞു ഈ ഇടം കൊടുത്താൽ, ഈ ആദ്യകാല പ്രേമത്തിൻ്റെ ചുവടെ തന്നെ തുടരും. ഇടം കൊടുത്താൽ, ഇടം കൊടുത്തില്ലേ നാലാം മുഖം മൂന്നാം മുഖം പിരിയും. അപ്പം അവൾ എന്തു ചെയ്യും? ഇടം എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞ് പെട്ടിയും പെറുക്കി ഇടം അവൾ വീട്ടിലേക്ക് പോകും. ഇവനാണല്ലോ, നീ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഇടമുണ്ട്, നീ വന്നപ്പോൾ എൻ്റെ ഇടം പോയെന്ന് പറയും. അങ്ങനെ അങ്ങ് പ്രശ്നമാകും. അപ്പോൾ ചില കുടുംബങ്ങളിൽ തന്നെ അപകടമുണ്ട്. പെൺപിള്ളേരെ കെട്ടിച്ച് വിടുമ്പം അവർ ഒറ്റപ്പുത്തിലേക്കാണ് അവർ താമസിച്ച് മുറി പൂട്ടിയിട്ടേക്കും പേരൻസ്. എന്തിനാ? അവക്കിടയ്ക്ക് വരുമ്പം താമസിക്കാനുള്ള മുറി. അത് അപകടമാണ്. കെട്ടിച്ച് വിട്ടാൽ പിന്നെ അവക്കായൊരു മുറി വെക്കാൻ പാടില്ല, അതിഥി പോലെ വരാനേ പാടുള്ളൂ. ഇല്ലേ അവൾക്ക് ഇവിടെ നനിക്കാൻ അവിടെ ഇടമുണ്ടല്ലോ, ആ മുറിയിലോട്ട് പോവുക. അതുകൊണ്ടാണ് നല്ല അമ്മായിയമ്മമാർ കെട്ടി വരുന്ന പെൺപിള്ളേരോട് പറയും, അടിക്കടി പറയും, അമ്മ കാണാൻ വേണേൽ പൊടി വീട്ടിൽ വരേണ്ടത് നിന്നോ കേട്ടോ, അമ്മ നോക്കിയാൽ ഇവിടുത്തെ കാര്യം എന്തിനാ? അവളുടെ ഇടം അനുഭവിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇടം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഉദാഹരണം, എപ്പോഴും ഈ ചീട്ട് കളിച്ച് രാത്രി 11 മണിയായാലും 12 വരാത്ത കെട്ടിയവൻ നഷ്ടപ്പെടുന്നത് ഭാര്യയുടെ ഇടവ. കുടിക്കുന്നവൻ, വലിക്കുന്നവൻ, മയക്കുമരുന്ന് കഴിക്കുന്നവൻ, അവൻ പറയും ഞാൻ ചത്താലും എൻ്റെ തോന്നും പോലെ കുടിച്ച് ജീവിക്കും. അപ്പം അവൾക്ക് തോന്നുന്നത് എന്താ? എൻ്റെ ഇടം മരിക്കാൻ പോകുന്നു, ഇപ്പം കുടിച്ചാൽ വേളം വെക്കും, വലിച്ചാൽ വേളം വെക്കും, കാരണം എനിക്കുള്ള ഇടമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതേ. ആ രീതിയിൽ പറയും. പിള്ളേരോട് പറയും, സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വരണം കേട്ടോ, കുരിശുവരെയും കഞ്ഞികൂടി കളിച്ചും, ആ ക്ലബിലും ചായക്കടയിലുള്ള ഇടം, നീ ജനിച്ചു വീണ വീട്ടിൽ നിനക്ക് ഇടമുണ്ട്, ഇങ്ങ് പോരണം. അത് നമുക്ക് തോന്നണം. ഉദാഹരണത്തിന് ചുമ്മാ ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വർത്താനം പറയുന്നു, നമുക്ക് കൊടുക്കുന്ന ബോധ്യം എനിക്ക് ഇയാളുടെ മനസ്സിൽ ഇടവില്ല. എപ്പോഴും കിഴങ്ങൻ കാക്കാശിന് കൊള്ളാവോ അങ്ങനെ പറയുന്നത് അവന് കൊടുക്കുന്ന ഇമ്പ്രഷൻ ഇടവില്ല. ഇടം കൊടുക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പലപ്പോഴും ഈ കല്യാണം കഴിച്ച് നമ്മൾ കെട്ടിയവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ, എത്ര വർഷം കഴിഞ്ഞാലും ഇത് നിൻ്റെ വീടല്ല, ഇത് എൻ്റെ വീടാണ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൊക്കോണം. ആ സത്യത്തിൽ എന്തൊരു ക്രൂരമായ ഒരു ഇടവില്ലായ്മയാണ്. അതെ, അതൊരിക്കലും ശരിയല്ല. അങ്ങനെ ഒരിക്കലും ആണുങ്ങൾ പറയാൻ പാടില്ല. സ്ത്രീകളും ഇപ്പം സ്ത്രീയുടെ പേരിലുള്ള ഷെയറുള്ള ഒരു സ്ഥലത്ത് വീട് വന്നെങ്കിലേ ഇതെൻ്റേതാ, താനിവിടെ വേണ്ട ഇറങ്ങിപ്പോളൂ എന്ന് പറയുന്നവരെ വിദേശ രാജ്യങ്ങളിൽ കാണാം. ജോലി ചെയ്യുന്ന പല സ്ത്രീകളും സഹിക്കാൻ മേലല്ല എങ്കിലും ഭർത്താവിനകത്ത് കയറാൻ പറ്റിയല്ല, കാരണം എൻ്റെ വീട് എൻ്റേതായില്ലേ. അപ്പോൾ അത് എവിടെ വന്നാലും അത് പിന്നീട് വലിയൊരു വിപത്താണ്. വിദേശത്തൊക്കെ പറയാൻ കാരണം അത്രമാത്രം സഹിക്കാതെ വരുമ്പോഴാണ് കേട്ടോ. എങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെയാണേലും പറയുകയാണ്, നീ ഉമ്മ നിനക്കും പിള്ളേർക്ക് കൊടുക്കാനും കെട്ടാനും കുറവൊന്നുമില്ലല്ലോ, ബാക്കി എൻ്റേതാ, ഞാൻ നോക്കിക്കോളാം. ശരിയല്ല. അപ്പം അന്നേരമൊക്കെ ആവും നഷ്ടപ്പെടുന്ന എനിക്ക് വിലയില്ല എന്നുള്ളതാണ്. ഇടവില്ല, വിലയില്ല, രണ്ടും ഒരുമിച്ച് പോകും. വിലയില്ല, ഇടവില്ല. അതുകൊണ്ടാണ് ഈ ആ രീതിയിൽ പറയാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന കുരിശുവരെ ഉണ്ടല്ലോ, അതിന് കൂടെ വന്നിരിക്കണം ഭർത്താവ്. അപ്പം ദൈവത്തിന് ഇടം കൊടുക്കുക രണ്ടുപേരും കൂടെ. കുർബാനയ്ക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകുമ്പോൾ അല്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയാലും ദൈവത്തിന് സ്പേസ് കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുമ്പം കാറ്റഗിസത്തിന് പറഞ്ഞു വിടുമ്പം ദൈവത്തിന് സ്പേസ് കൊടുക്കുകയാണ്. അപ്പം ദൈവത്തിന് സ്പേസ് കൊടുക്കുമ്പം
നമുക്കെല്ലാം അങ്ങ് സ്പേസ് ഉണ്ടാവും. അതില്ലെങ്കിൽ എപ്പോഴും കച്ചവടം ബിസിനസ് വെളുപ്പിനെ പോകുന്നു, രാത്രി വന്ന് കയറുന്നു, മക്കൾക്ക് പോലും അപ്പനെ ശരിക്കും കാണാൻ കിട്ടുന്നില്ലെങ്കിൽ നഷ്ടമാ ജീവിതം, ഇടവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇടവില്ലാത്ത അവസ്ഥയിൽ പലരും നുഴഞ്ഞു കയറുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഇപ്പം അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ ഒന്ന് മോളെന്ന് വിളിക്കുക, ഭാര്യയെ അയാൾക്ക് വിളിക്കാൻ ഇഷ്ടമില്ല. അപ്പം അങ്ങനെ വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വേറൊരാൾ കയറി മോളെന്ന് വിളിച്ചാൽ ആ വീഴ്ചയിൽ വീണുപോവാം. ഇടം കിട്ടിക്കഴിഞ്ഞു വേറെ ഇടമായി. അങ്ങനെ പല ദാമ്പത്യവും തകരുന്നത്. ഇപ്പം ചിലപ്പം ഭാര്യ ചുമ്മാ അരിശവും പിണക്കും അലോഹ്യമായിട്ടിരിക്കുക. അപ്പോഴാണ് പഴയ ഒരു ഓൾഡ് ക്ലാസ്മേറ്റിനെ കാണുന്നത്, അവൾ അവിടെ കിട്ടിയവനുമായിട്ടും പിണക്കത്തിയിരിക്കുക, രണ്ടുപേർക്കും സ്പേസ് ഇല്ല. അപ്പോൾ പിന്നെ ഇവരൊരു പുതിയ സ്പേസ് ഉണ്ടാക്കും. അങ്ങനെയാണ് പല വിവാഹത്തിലും തകർച്ചകളും പരാജയങ്ങളും ഒക്കെ വരുന്നത്. നമ്മൾ പെട്ടെന്ന് വിധിക്കാൻ പറ്റുകയല്ല. ഈ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ വീണു പോകുന്ന ചതിക്കുഴികളാണ് അങ്ങനെയുള്ളവരല്ല. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭർത്താവിന് തോന്നണം, വീട്ടിൽ വരുമ്പോഴും ഏത് സമയത്തും എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് സ്പേസ് തരുന്നൊരു ഭാര്യയുണ്ട് എന്നുള്ള ശരിക്കും തീവ്രം തോന്നിയാൽ പിന്നെ വേറെ ചിന്ത പറ്റുകയില്ല. അതുപോലെ ഭാര്യയ്ക്കും തോന്നണം, എന്നെ കാത്തിരിക്കുന്ന കരുതുന്ന കാവലായ ഒരു മനുഷ്യനുണ്ട് തോന്നിയാൽ പിന്നെ ഒരു വേണ്ടാത്തൊരു ഫോൺ പോലും വിളിക്കാൻ തോന്നുകയില്ല. അപ്പോൾ ഇടവില്ലേ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ പലതും കടന്നു വരും, അത് അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് കേസുകൾ അച്ഛനെ കാണാൻ വരാറുണ്ടോ? ശരിക്കും പലതും അങ്ങനെയുള്ളവരോട് അച്ഛൻ എന്താ പറഞ്ഞു കൊടുക്കുക? കാരണം വീട്ടിലുള്ളവർ സ്പേസ് കൊടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകും? എന്തെങ്കിലും ഒരു സ്പേസ് വേണ്ടേ മനുഷ്യനല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ അവരെ വിധിക്കാറില്ല, അങ്ങനെ ഒരു കാര്യവും അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെയുള്ള ഈ കപ്പിൾസിനെ അവരെയൊക്കെ എങ്ങനെയാണ് ഒന്ന് ഗൈഡ് ചെയ്യുന്നത്? രണ്ടുപേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേൾക്കും. ഒരു പഠിച്ച മനഃശാസ്ത്രജ്ഞനല്ലല്ലോ, അനുഭവത്തിൽ നിന്നുള്ള പ്രബോധനമല്ലേ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കേൾക്കും. കേട്ടതിന് ശേഷം പുരുഷനാണോ സ്ത്രീയാണോ ആരാണോ സ്പേസ് കൊടുക്കാത്ത ആളോട് സംസാരിക്കും. ഇന്ന മേഖല ശ്രദ്ധിച്ചാൽ പരിഹരിക്കാൻ പറ്റും, ശ്രദ്ധിച്ചില്ലെങ്കിൽ ആര് നോക്കിയാലും ഇത് തീരുകയില്ല. 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും ഈ ഇഷ്യൂ ആയിട്ട് തന്നെ നിങ്ങൾ വേറെ എവിടെയും സമീപിച്ചുകൊണ്ടിരിക്കും, ഈ ഇഷ്യൂ ആയിട്ട്. അപ്പം അതിന് നിങ്ങൾ മനഃപൂർവ്വം സമയം കണ്ടെത്തണം, അടുത്തിരിക്കണം, കേൾക്കണം. ഭാര്യയ്ക്ക് തോന്നണം കെട്ടിയവൻ എനിക്ക് വേണ്ടി സമയമുണ്ട്, കെട്ടിയവന് തോന്നണം ഭാര്യയ്ക്ക് എനിക്ക് വേണ്ടി സമയമുണ്ട്, മക്കൾക്ക് തോന്നണം പേരൻസിന് സമയമുണ്ട്. ബോധപൂർവം അങ്ങനെ സമയമുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു ചിന്ത പാർട്ട്ണർക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ആ രീതി പറഞ്ഞു കൊടുക്കും. പിന്നെ മറ്റേയാളോട് പറയും, ഒരുപക്ഷെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെയൊക്കെ ചില പാളിച്ച വരുന്നത്, അത് പറയാനൊന്നുമില്ല, അതിൽ നിന്ന് അത് ദൈവം തന്നെ ബാക്കി ക്രമീകരിച്ചോളും തന്നോളും എന്ന് പറഞ്ഞ് ആളെ നമ്മൾ എടുക്കുക. അങ്ങനെ ബോധ്യപ്പെടുത്താനേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ലല്ലോ ഈ ഇടം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്തിരിക്കുക അത് തന്നെ അല്ലല്ലോ. ഇപ്പം നമ്മൾ മനസ്സുകൊണ്ടാണെങ്കിലും നീ സ്നേഹിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നുള്ളൊരു ഫോൺ വിളിയോ ഒരു സന്ദേശമോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇടം കിട്ടുകയില്ല. ചിലർ പറയാറുണ്ടല്ലോ ഒത്തിരി ടൈം കൊടുക്കാറില്ല, സ്മാർട്ട് ടൈം എന്നൊക്കെയുള്ള വാക്കുകൾ ന്യൂജൻ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. 10 മിനിറ്റേ കൊടുത്തുള്ളെങ്കിലും അത് ഭയങ്കര ഫ്രൂട്ട്ഫുള്ളായിട്ട് ഭാര്യയും മക്കളെയൊക്കെ സ്നേഹിച്ച് അപ്പനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ രാവിലെ പോയി രാത്രിയിൽ വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെയല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം പിന്നെ ചിലർ പറയാറുണ്ടല്ലോ ഈ അമ്മ ഫുൾ ടൈം വീട്ടമ്മയാണ്, അവർക്ക് ഇഷ്ടം പോലെ സമയമാണ്, എല്ലാവർക്കും കൊടുക്കാൻ ഇടമുണ്ട്, അപ്പന് പാവം ജോലിയും പണിയും തിരക്കും കൊണ്ട് ഇടമില്ല അല്ലെങ്കിൽ എന്നൊരു കംപ്ലൈൻറ്റ് പലപ്പോഴും വരുമ്പം എങ്ങനെ അതൊന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റും? അത് ഈ എത്ര തരവില്ലേലും അപ്പനും സമയം കണ്ടെത്തണം. അല്ലാതെ കൊണ്ട് അപ്പൻ വീട് നോക്കാൻ വേണ്ടി മുഴുവൻ സമയം കളഞ്ഞൊരു കാര്യമില്ല. അത് അപ്പനും സമയം കണ്ടെത്തണം. അമ്മയ്ക്ക് കൂടുതലുണ്ട്, അത് മക്കളൊക്കെ മനസ്സിലാക്കണം. അപ്പൻ ഇതേ പറ്റുള്ളൂ, എങ്കിലും പറ്റുന്നതിനുള്ളിൽ ഒരു സമയം. ഒരു രാഷ്ട്രീയ നേതാവ് ലോകം മുഴുവൻ നാട് മുഴുവൻ നന്നാക്കി നടക്കാം, പക്ഷേ മക്കളെ ഒന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ കുടുംബം തകർന്നു പോകും. അങ്ങനെ നഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അപ്പം അത് ശരിയല്ല. അതിനും എല്ലാത്തിൻ്റെ ഇടയിൽ ഇതിനുമുള്ളൊരു ടൈം കണ്ടെത്തണം, സ്പേസ് കണ്ടെത്തണം, നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. കുടുംബാംഗങ്ങളോട് പറയും, ഇത്രയും ബഹളം വെച്ച് നടക്കുമ്പോൾ ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. 2 വശത്തു നിന്ന് ഒരു ധാരണ വരണേ. ഇപ്പം ആത്മാർത്ഥമായിട്ട് വീടിന് വേണ്ടി ചത്തും നടക്കുന്ന അപ്പനാണെന്ന് വരിയിൽ ഭാര്യയും മക്കൾ പോകുക ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. പക്ഷേ വേറെ ചില കാര്യങ്ങൾ നോടി നടക്കുകയും സമയം കൊടുക്കുകയും ചെയ്തില്ലെങ്കിലാണ് ഈ അരിശവും പിണക്കവും വിദ്വേഷമൊക്കെ വന്നു പോകുന്നത്. അത് കലാപരമായിട്ട് കൊടുത്തു പോകണം. സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു അടുപ്പമാണല്ലോ അല്ലേ ഏറ്റവും പ്രധാനം. യാത്ര പോകുന്ന വഴിക്ക് വെറുതെ എന്നാണ്ട് വളരെ വിശേഷം, സുഖമാണല്ലേ, ആ ചോറുണ്ടോ, എന്തേ പിള്ളേർക്ക് എന്നാ എടുക്കുന്നു, ഇപ്പോഴാ ഞാൻ ചിലപ്പോൾ 1 മണിക്കൂർ വൈകുമായിരിക്കും കേട്ടോ,
അത് മതി, സംഗതി കഴിയും. ഒന്നും അറിയുന്നില്ല. രാവിലെ പോകുന്നു, രാത്രി എപ്പോഴാ വന്ന് കിടക്കുന്നു. അത് പ്രശ്നം, അതാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ചോദിച്ചു എങ്ങനെയുണ്ടറി, നമ്മൾ പറയും അതിന് പറയുന്നൊരു 3 കൂട്ടം സാമീപ്യങ്ങളുണ്ട് ദാമ്പത്യത്തിലെ. ശാരീരിക സാമീപ്യം, മാനസിക സാമീപ്യം, ആത്മീയ സാമീപ്യം. ഇത് 3 കൊടുക്കുമ്പോഴാണ് ഇടം. ശാരീരിക സാമീപ്യം ഒരുമിച്ചിരിക്കുന്നു, ഒരു മുറിയിൽ കിടക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, പരുന്നതോളം സമയങ്ങൾ ഒരുമിച്ച് വരുന്നു. അത് ശാരീരിക സാമീപ്യം. മാനസിക സാമീപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഭാര്യയുടെ മുഖം ഓർക്കുക യാത്രയിലും, മനസ്സിൽ ഭർത്താവിനെ ഓർക്കുക അദ്ദേഹം ദൂരെയാകുമ്പോഴും, അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കണം. മനസ്സിൽ. 3ാമത് ആത്മീയ സാമീപ്യം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് പള്ളിയിൽ പോകണം, ഒരുമിച്ച് ധ്യാനം കൂടണം, ഒരുമിച്ച് ബൈബിൾ വായിക്കണം, ഒരുമിച്ച് ദൈവകാര്യങ്ങൾ ചർച്ച ചെയ്യണം. അത് ആത്മീയ സാമീപ്യം. അങ്ങനെ വരുമ്പോൾ ഒരു തരംഗം ഉണ്ടാവും ദേഹത്ത്, ഒരു തരംഗം. ആ തരംഗം പെട്ടെന്ന് തിരിച്ചറിവായിട്ട് മാറും. ഉദാഹരണം, പള്ളിയിൽ പോയ ഭാര്യയ്ക്ക് ചുമ്മാ തോന്നുന്നു വീട്ടിൽ വരുന്ന തന്നേക്കാം, വെറുതെ തോന്നിയതാ. ചിലപ്പം ഭർത്താവ് അറ്റാക്കിന് വിധേയനായിട്ട് കിടന്ന് പിടയുവാണ്. ചുമ്മാ തോന്നല്ല. അതാണ് ഈ വേവ് ലെങ്ത് എന്ന് പറയും. എന്തിനാ അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ആ സമയത്ത് ചെല്ലണം, അങ്ങനെ ഒരു തരംഗം ഉണ്ടാവും. അല്ലെ ഭർത്താവ് ജോലി സ്ഥലത്ത് നിന്ന് അല്പം നേരത്തെ പോയി, എന്നും ഒരു 6-ന് വരുന്ന ആൾ അന്നൊരു 4 മണിക്ക് പോകും. വന്നപ്പം ഭാര്യ തലവേദന എടുത്ത് വേർത്ത് പിടഞ്ഞ് കിടക്കുവാണ്. അപ്പം ആ തോന്നൽ ഒരു തരംഗത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം അതാണ് ഈ വേവ് ലെങ്ത് നമ്മൾ പറയും. സ്നേഹതരംഗങ്ങൾ, ലവ് വേവ്സ് വരും. അതിങ്ങനെ കൊടുക്കുമ്പോഴാണ്. സ്പേസ് കൊടുത്തോ ഈ തരംഗങ്ങൾ വരും. സ്പേസ് ഇല്ലെങ്കിൽ തരംഗമില്ല. നമ്മൾ 2 റോബോട്ട് പോലെ, 2 കമ്പ്യൂട്ടർ പോലെ ഇരിക്കും. നമ്മൾ പറയും ഒരുമിച്ച് ജീവിക്കുന്നില്ല, ഒരുമിച്ചിരിക്കുന്നു. ഒരുമിച്ച് 2 കല്ല് അടുത്തടുത്ത് ഇരിക്കുന്നു, അത് ജീവിക്കുന്നില്ലല്ലോ. അതാണ് ഉണ്ടാകുന്ന അപകടം. ഈ ടെലിപ്പതി എന്ന് പറയുന്ന വാക്കതല്ലേ അല്ലേ? ടെലിപ്പതിയാണ്. അതാണ് ഞാൻ പറഞ്ഞ വാക്ക്, ടെലിപ്പതി. അത് തന്നെ. അത് ഏറ്റവും സ്നേഹമുള്ളവർ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നതും അനുഭവിക്കുന്നതും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഇടം കൊടുക്കാത്ത ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടോ? അല്ല, ടിപ്സ് അതിനകത്തേ ഉള്ളൂ. ഇടം കൊടുത്ത് തുടങ്ങാന്നുള്ളതേ ഉള്ളൂ. അത് എളുപ്പമല്ല. അത് നമ്മൾ പറഞ്ഞില്ലേ, ദൈവരാജ്യം സ്നാപകൻ്റെ വരവിന് ശേഷം ബലപ്രയോഗത്തിലൂടെയാണ്. ബലപ്രയോഗത്തിലൂടെ. അതുപോലെ നമ്മുടെ മേൽ തന്നെ ബലപ്രയോഗം നമ്മൾ നടത്തണം. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ, ചിന്തകളുടെ മേൽ. മിണ്ടണ്ടെന്ന് തോന്നുമ്പോഴും ചുമ്മാ കയറി മിണ്ടണം. അരിശപ്പെടാൻ തോന്നുമ്പം വെറുതെ അങ്ങോട്ട് മൗനം പാലിക്കണം. അപ്പോൾ അതാണ് ബലപ്രയോഗം. നമ്മുടെ മേലുണ്ടാകുന്ന ബലപ്രയോഗമാണ്. എനിക്കൊരു സന്തോഷമില്ലെങ്കിലും ഞാൻ കയറി ഇടപെടണം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഐസിലേക്ക് വരും, ഒത്തിരിയേ മാറും. മാറിയിട്ട് ഒരുപാട് ജീവിതത്തിലേക്ക് വരും. ചിലരുണ്ടല്ലോ, എത്ര ശ്രമിച്ചാലും ഇടം തരില്ല. നമ്മളങ്ങോട്ട് ഇടിച്ചിടിച്ച് നിന്നാലും ഇടം തരില്ലാത്തവരും ഉണ്ടല്ലോ. അപ്പം അവിടെ നമ്മളിങ്ങനെ ഒരു ബലപ്രയോഗം നടത്തണ്ടേ? നമ്മൾ സമയവും തായവും തക്കവും നോക്കി കൊടുക്കണം. ഇടിച്ചിടിച്ച് നിൽക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇടിച്ച് നിന്നാൽ ബഹളമാണെങ്കിൽ അല്പം കൂടെ നയത്തിൽ ഒട്ടി വിട്ടുപോകാതെ ഉണ്ടല്ലോ. ഈ നമ്മൾ കടിച്ചാൽ വിടാത്ത രീതി ഉണ്ടല്ലോ. അന്ന് പറഞ്ഞ ചുറ്റിയ പാമ്പ് കടിച്ചേ പോവും. ആ രീതി നമ്മൾ കൂടെ നിൽക്കണം. കൂടെ നിന്ന് മിണ്ടി വർത്താനം പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചെടുക്കണം. ക്ഷമയും എല്ലാം വേണം. അല്ലെങ്കിൽ പണ്ടേ ഇടവില്ലാണ്ട് പോകും. എനിക്ക് ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരുമിച്ചുള്ളൊരു പ്രാർത്ഥനയ്ക്ക്, അല്ലെ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ ഒരു ഇടം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാക്കുന്നതിൻ്റെ വലിയൊരു ഘടകം തന്നെയായിരിക്കും. എനിക്ക് ഒന്നിച്ച് രാവിലെ പള്ളിയിൽ പോകുന്ന, കുർബാന കാണുന്ന കുടുംബങ്ങളിൽ ഈ ഒരു ഇടം വളരെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ ചാ? തീർച്ചയായിട്ടും. അവർ പള്ളിയോട് പോകുമ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നു, ദേവാലയത്തിൽ പോകുമ്പം സംസാരിച്ചുകൊണ്ട് പോകുന്നു, പ്രാർത്ഥിക്കുമ്പം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു, തിരിച്ച് യാത്ര ചെയ്യുമ്പോഴും നമ്മളങ്ങനെ ഇരിക്കുന്നു. അപ്പം സമയം മുഴുവൻ ഒരുമിച്ചാണല്ലോ. പള്ളിയോട് നടന്നു പോകുന്ന വഴിയാണേലും, പള്ളിയിൽ ഒരുമിച്ചാണേലും, തിരിച്ചു വരുമ്പോഴാണേലും ഒക്കെ ഒരുമിച്ചാണ്. അങ്ങനെയുള്ള ഒരുമിച്ചിരിക്കുന്നിടത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പേസ്, ഒരിടമുണ്ട്. അത് നമ്മളെ ബലപ്പെടുത്തും. ഈ ഇടം കൊടുക്കുന്നവർക്കല്ലേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാനുള്ള ഓപ്ഷനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാത്മകമായി വഴക്കിടാനും പരാതി പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും ഒക്കെ കുറച്ചുകൂടെ സ്പേസ് കൂടുതലല്ലേ? ഇടമുണ്ടെങ്കിലല്ലേ നമുക്കിതൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സ്പേസും ഒരു തുറവിയും ഉണ്ടെങ്കിലേ നമുക്കിതെല്ലാം തീർച്ചയായിട്ടും കൊടുക്കാനും പറ്റും, പറയാൻ പറ്റും. ഒന്ന് വഴക്കടിച്ചാലും മനസ്സിലാക്കും. ഇപ്പോൾ ഇത്രേ ഉള്ളൂ എന്നൊന്ന് എടുക്കും. വഴക്കടിച്ചാലും ആ ചിന്ത വരും, സാരമില്ല, ഇത്രയല്ലേ ഉള്ളൂ, ഇന്ന കാരണം കൊണ്ടായിരിക്കും, അങ്ങനെ ഇങ്ങ് എടുത്ത് തീർക്കും. അങ്ങനെ തീർക്കാൻ പറ്റുന്നിടത്തെല്ലാം വിജയമാണ്, കുടുംബത്തിൻ്റെ വിജയമാണ്. ഈ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഈ ഇടമില്ലാത്തപ്പോഴല്ലേ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തൊന്ന് വലിയ ഇഷ്യൂ ആയിട്ട് മൊത്തത്തിൽ അങ്ങ് വിട്ടുപോക്കോളാൻ പറയുന്നത്? അതെ. ഒത്തിരി അതങ്ങോട്ട്
ഈ ഒട്ടും മനസ്സിലാകാതെ അപരിചിതരെ പോലെ പെരുമാറുമ്പോഴാണ്. ഒരു നല്ല പരിചയവും നല്ല ഇടപെടലും ഒക്കെ ഉണ്ടെന്ന് വരിയിൽ അതിന് പ്രശ്നമില്ല. അങ്ങനെ ഒരു ബന്ധം സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ പുറത്ത് പോയാൽ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വരും. ഇടവുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വരും, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും. കഴിഞ്ഞ് ബാറിലും കയറി കള്ളും കുടിച്ച് ചെട്ടിയും കളിച്ച് പാതിരാത്തിലേ കയറി വരുള്ളൂ. കാരണം എനിക്ക് സ്പേസ് ഇല്ല, വരുമ്പോൾ എനിക്കൊരു വിലയില്ല. സ്പേസ് ഉള്ളല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പന്നിക്കുഴിയിൽ നിന്ന് ദൂരത്തുപുത്രം പോരാൻ കാരണം എന്നാ, അവനറിയാം അപ്പൻ്റെ വീട്ടിലൊരു സ്പേസ് ഉണ്ട്. അപ്പൻ്റെ മനസ്സിലുമുണ്ട്, അപ്പൻ്റെ വീട്ടിലുമുണ്ട്. അതവനെ തിരിച്ചു നിർത്തി. ഭാര്യ പള്ളിയിൽ കഴിഞ്ഞാൽ നാട്ടുവർത്താനം ചുമ്മാ വീട് കയറി നടക്കും, വീട്ടിലൊരു സ്പേസ് ഇല്ലെങ്കിൽ. അല്ലാതെ ആളോ പള്ളി കഴിയുമ്പോഴേ ഓടും, കുർബാന കഴിയുമ്പോൾ ഓടും. വീട്ടിൽ പണിയുണ്ട്, ഓഫീസിൽ നിന്ന് കെട്ടിയവൻ ഓടും, വീട്ടിൽ ജോലിയുണ്ട്. കാരണം അവിടെ ഒരു സ്പേസ് ഉണ്ട്, എൻ്റേതായൊരു സ്പേസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീടെന്ന് പറയുന്നത് വാടകയിൽ താമസിക്കുന്ന ഒരു ലോഡ്ജ്, ഫ്രീ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിടുന്ന ഒരു ഹോട്ടൽ, അങ്ങനെയൊക്കെ ആയിട്ട് വീട് മൊത്തം മാറിപ്പോവും, നമ്മുടെ കുടുംബം മാറിപ്പോവും. അത് ഹോസ്റ്റലാകാം, ലോഡ്ജാകാം, ഒരു സത്രമാകാം, ഇടത്താവളമാകാം. അങ്ങനെ വരും സ്പേസ് ഇല്ലെങ്കിൽ. ഉണ്ടെങ്കിൽ അതെവിടെയും, അതിപ്പം ഒരു കെട്ടിടം മാത്രമാണെന്നില്ല. ജിപ്സികൾ, നാടോടികൾ ഒരു മരത്തെ തണലിൽ കൂടാരൊഴിച്ച് കിടക്കുമ്പോഴും അതിനകത്തൊരു സ്പേസ് ഉണ്ട്. ആ കൂടാരത്തിൽ അവർക്കൊരു സ്പേസ് ഉണ്ട്. തറമക്കാർ ബസ് സ്റ്റാൻഡിലും കടത്തിലും കിടക്കുന്നത്, എങ്കിലും അവരുടെ വ്യൂഹത്തിനകത്തൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് അവർക്കത് മതി. അവരെ അതിനുകൊണ്ട് കെട്ടിടം പണി താമസിപ്പിക്കാൻ ഇഷ്ടമില്ല. ഇപ്പോൾ ചില ധർമ്മക്കാർ യാചകർക്ക് വേണ്ടി ഒരു വലിയ കോളനി, അവരതിൻ്റെ ട്യൂബും പറിച്ച് വിരിച്ച് അവരവരുടെ വഴിക്ക് പോകും. കെട്ടിടമേ ഉള്ളൂ, സ്പേസ് ഇല്ല. നമ്മൾ ചിലപ്പോൾ എങ്കിലും പറയുന്ന ഒരു ഫ്രേസ് അല്ലേ, സ്വർഗത്തിലെ കട്ടുറുമ്പാകരുത്, ഞങ്ങളില്ല കേട്ടോ നിങ്ങളുടെ ഇടയിലേക്ക് എന്നൊക്കെ ചുമ്മാ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് പറയും. ഇങ്ങനെ ഈ ദമ്പതികളുടെ ഇടയിൽ നമ്മൾ കയറരുതാത്ത ചില സ്പേസുകളില്ലേ, മറ്റുള്ളവരെ അടുപ്പിക്കരുതാത്ത ചില സ്പേസുകൾ, അതായത് ഭാര്യയും ഭർത്താവും സ്വകാര്യതകൾ, അത് എങ്ങനെയാ അച്ഛനെന്ന് പറയുന്നത്? ഒന്നാമത് നമ്മുടെ സെക്സിൻ്റെയൊക്കെ തലമാണല്ലോ, ലൈംഗികതയുടെ തലം. അതൊരിക്കലും കൂട്ടുകാരോട് ഒരു ഭർത്താവ് പങ്കുവെക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ കാര്യം കൂട്ടുകാരോട് ഭാര്യയും പങ്കുവെക്കാൻ പാടില്ല. അത് ഏറ്റവും സീക്രട്ടാണ്. അത് സീക്രട്ട് അല്ലാതെ ചുമ്മാ ഓപ്പൺ ആയപ്പോഴാണ് വൾഗാരിറ്റികൾ സമൂഹത്തിൽ വർദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു തലങ്ങളിലുള്ള ചർച്ചകളരുത്, കാണരുത്. അങ്ങനെ മലിനമായിട്ടുള്ള ബ്ലൂ ഫിലിമോ അങ്ങനത്തെ പലതും ഉണ്ടല്ലോ, അപ്പം അത് കാണരുത്. ഒക്കെ സ്വകാര്യതയില്ല. ഇപ്പം ആർക്കും എന്തും കാണാം, ലോകം അതല്ലേ. ഇപ്പം നമ്മൾ പണ്ട് പറയും ചേർത്താൻ വാതിൽ കൂടെ വരും. ഇപ്പം ചേർത്താൻ വരുന്ന വിൻഡോസാണ്. 2005 വിൻഡോസ് 2011 ജനലിൽ കൂടെ കയറി വരും. അപ്പം അങ്ങനെയുള്ള മോശമായ മ്ലേച്ഛമായ രീതികൾ അരുത്, അത് കാണിക്കരുത്. വർത്തമാനം പറയരുത്, ഇത് കൂടി സംസാരങ്ങൾ പറയരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും കിടക്കറയിൽ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റം ഇങ്ങനെയാണെന്ന് പെങ്ങന്മാരോട് പറയല്ലേ, എൻ്റെ കെട്ടിയവൻ്റെ പെരുമാറ്റം അങ്ങനെയാണെന്ന് ആങ്ങളമാരോട് പറയല്ലേ, ആരോടും പറയല്ലേ. സൂക്ഷിക്കേണ്ട സ്വകാര്യതകൾ സൂക്ഷിക്കണം. അതിന് മാന്യമായ അറിവ് നമുക്കുണ്ട്, വിവേകമുണ്ട്, സഭയും സമൂഹവും തന്നെ പരിശീലനമുണ്ട്. അത് നമ്മൾ പാലിക്കുക. അത് പാലിച്ചിരുന്നവരിൽ എല്ലാം വളരെ പ്ലെയിനായും ബ്ലാങ്ക് ആവും. അങ്ങനെ വന്നാൽ പിന്നെ ഒന്നിനും ഒരു ഈടില്ല, വിലയില്ലാതെ. ഇപ്പം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണല്ലോ. അപ്പം നമുക്കൊരു പ്രൊഫഷണൽ വേണമെങ്കിൽ കൗൺസിലിങ്ങോ സപ്പോർട്ടോ ഒക്കെ എടുക്കാം. പിന്നെ തീർച്ചയായിട്ടും അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ എന്തും. ഇപ്പം നല്ല ഒരു ആധികാരികമായ ഫാമിലി കൗൺസിലിംഗ്, മാരേജ് കൗൺസിലിങ്ങുള്ളവരുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് അടിസ്ഥാനപരമായ ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ സംഭാഷണത്തിലേക്ക് നമ്മളിങ്ങനെ പറഞ്ഞ് ഒരു ഉപദേശം നേടി അങ്ങ് തിരുത്തി പോയാൽ മതി. അല്ലെങ്കിൽ ഗൗരവമായ കൗൺസിലിംഗ് പോവുകയും പല പല സിറ്റിങ്ങൊക്കെ വന്നിട്ട് ആ രീതിയിലും പരിഹരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ മക്കളുടെ എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സും ഒക്കെ വരുമ്പം നാട്ടുകാരെ ഇടപെടുത്താതിരിക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ അമ്മയും അപ്പനും അല്ലേ അതിന്മേലൊരു തീരുമാനവും കാര്യങ്ങളും, അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ചേർച്ചയല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്ത് പറയും? നിങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഈവൻ ഗ്രാൻഡ് പേരൻസോ പെങ്ങന്മാർ സഹോദരന്മാർ പോലും ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെയും സ്വകാര്യ സ്വത്താണ്. കാരണം കല്യാണം കഴിച്ചപ്പം പറഞ്ഞു ഇനിമേൽ രണ്ടെല്ലാം ഒന്നായിരിക്കും. അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ഒന്നായതാണ് ഒറ്റ ശരീരം, അതാണ് കുഞ്ഞുങ്ങൾ, ഒറ്റ ശരീരം. അപ്പം ആ ശരീരം എൻ്റെ തന്നെയാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഉള്ള എന്തും ആരോടും പറയാതെ ഭർത്താവും ഭാര്യയും തന്നെ ഒതുക്കി തീർക്കണം. പിന്നെ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണെങ്കിൽ പരിഹാരമുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് ഒതുക്കി തീർക്കണം. കാരണം അത് ആയിക്കഴിഞ്ഞാൽ പിന്നീട് പിള്ളേർക്കൊരു പെരുദോഷം വന്നാൽ അത് നമുക്ക് തന്നെയാണ് ബാധിക്കുന്നത്. ഈ ജനത്തിൻ്റെ പ്രത്യേകത, നമുക്കൊരു തകർച്ച വരുമ്പം സങ്കടപ്പെടുന്നവരല്ല, തകർച്ചയിൽ സന്തോഷവും നന്മ വരുമ്പം ദുഃഖവും ചെയ്യുന്നവരാണ്. അതാണ് മനുഷ്യൻ്റെ അസൂയ എന്ന് പറയുക. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും
നമ്മുടെ മക്കൾ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ പറയും, പിന്നെ മാറി നോക്കും കണ്ടാലെല്ലാം ഉണ്ട്, പക്ഷേ പിള്ളേർ അങ്ങനെ ആട്ടോ ഇവർ തന്നെ പറയും. അപ്പം അതാണ് നമ്മുടെ സ്വകാര്യതകൾ, പ്രൈവസികൾ നമുക്കിടയിൽ തന്നെ തീരണം. ലോകത്ത് മറ്റാരിലേക്കും അത് പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലത് ജീവിതത്തിൽ. ഇന്നപ്പോൾ വളരെ റിച്ചായിട്ടുള്ള ഒരു എപ്പിസോഡാണ് കഴിഞ്ഞത്. സ്വകാര്യതയും ഇടവും ആ ഒരു പരസ്പരം കൊടുക്കേണ്ട സ്പേസും ഒക്കെ എനിക്കെന്നും ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ ധ്യാനം കൂടിയ അനുഭവമാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിലായിട്ട് ഞാൻ